ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കണ്ടപ്പോഴേ മനസ്സിലായി കാണും ഞാൻ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഒറ്റയ്ക്കുള്ളൊരു ജേണി. ഞാൻ തൃശ്ശൂർ വന്നിട്ട് ഇപ്പോൾ 4 വർഷമായി കേട്ടോ. ഈ 4 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തൃശ്ശൂർ ടു കോട്ടയം വരുന്നത്. എപ്പോഴും എൻ്റെ കൂടെ ഡോൺ ചേട്ടൻ കാണും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു പിള്ളേരുമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രെയിൻ ഇപ്പോൾ പോലെ ഞങ്ങളിപ്പം വരുമ്പം ഒരു 4 to 5 hours ഞങ്ങൾക്ക് ട്രാവലിംഗ് തന്നെ പോവാണ്. ഡോൺ ചേട്ടനും മടുപ്പ്, ഞങ്ങൾക്ക് 2 പേർക്കും മടുപ്പാണ് കേട്ടോ. കാറിൽ മോറോവർ ഇവർ 2 പേരും എൻ്റെ മടിയിലേ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ തൂമുമായാലും എൻ്റെ മടിയിലേ ഇരിക്കുകയുള്ളൂ. ഞാൻ മടുത്ത് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഡോൺ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞാൽ ശരി നോക്കി. സത്യം പറഞ്ഞാൽ മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, പിള്ളേരെ കൊണ്ട് എങ്ങനെ പോകും കോട്ടയം വരെ. ഞാൻ പറഞ്ഞു ഇല്ല, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുക. ഉച്ച വരെ എന്താ പറയുക, തോമനോട് കുറേ ദിവസം കൊണ്ട് ഞാൻ പറയേണ്ട, ഒരു 4-5 days ആയിട്ട് ഞാൻ പറയേണ്ടത് നമ്മൾ ട്രെയിനിൽ കോട്ടയത്ത് പോവാം, തോമ് റെഡിയാണോ എന്ന് ഞാൻ ചോദിക്കണ്ടായിരുന്നു. തോമ് റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു അപ്പം നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോവുള്ളൂ, കരയുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ പോവോ. ഞാൻ പറഞ്ഞു അപ്പോൾ പോയിട്ട് തിരിച്ച് ക്രിസ്മസിന് വരും, അപ്പോൾ നമുക്ക് കാണാം എന്ന് പറഞ്ഞു. ഓക്കെ, ട്രെയിൻ ആയതുകൊണ്ട് അവൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ വന്നു. ഞാൻ ഗുരുദേവ് എക്സ്പ്രസ്സിനാണ് ബുക്ക് ചെയ്തത്. ആദ്യം 1 മണിക്കൂർ ഡിലേ കാണിച്ചു, പിന്നെ 2 മണിക്കൂർ ഡിലേ കാണിച്ചു. 1:15 വരേണ്ട ട്രെയിൻ 4 മണിക്കാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ അടുത്ത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ AC ഹാളിൽ ടൈം സ്പെൻഡ് ചെയ്തു. അതെനിക്ക് ഭയങ്കര റിലീഫായിരുന്നു കേട്ടോ. പിള്ളേർ പ്രശ്നമാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ AC ഹാളിൽ പോയിട്ട് ഞങ്ങൾ വിടാണ്ടൊരു മൂലയ്ക്ക് ഇരുന്നു. തോമു ഫോണുമായിട്ട് അവിടെ ഇരുന്നു. ചാക്കോച്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായില്ല. AC ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല. പുറത്ത് ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഒരു 4 മണിയായപ്പോഴും അനക്കമൊന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ പിന്നെ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നുണ്ടെന്ന് പറയുമ്പോൾ വേഗം കിട്ടുകിടക്കായിട്ട് ഇറങ്ങി നമ്മൾ കോച്ച് പൊസിഷൻ അവിടെ പോയി. ഞാൻ അധികം ലഗേജ് കാര്യങ്ങളൊന്നും, അതായത് ഡയപ്പർ ബാഗും ഒരു എയർ ബാഗും മാത്രമേ കയ്യിലെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കത് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആകുന്നുള്ളൊരു പണ്ട് എനിക്ക് ഇത് മമ്മി ഇങ്ങനെ പറഞ്ഞ ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച ചെറുപ്പത്തിൽ ഞാനോ മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ കൈ നിറച്ച് സാധനങ്ങൾ ഒക്കെ ആയിട്ടാണ് വരിക. അത് ചിലപ്പോൾ ഞാനും എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ചാക്കോച്ചനെ ഒരു കയ്യിലെടുത്തിരിക്കുകയാണ് ലഗേജ് എടുത്തത്. അപ്പോൾ തോമു ഇങ്ങോട്ട് പറഞ്ഞു അമ്മ ഞാനും കൂടെ ഷെയർ ചെയ്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഒരു ചൈൽഡ്ഹുഡാണ് എനിക്ക് ഓർമ്മ പോകുന്നത് കേട്ടോ. ശരിക്കും ഞാൻ അമ്മയോട് പറയാനുള്ള സെയിം ഡയലോഗാണ് തോമു എന്നോട് പറഞ്ഞത്. ഭയങ്കര സന്തോഷം ഉണ്ടാക്കി എനിക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പ് നമ്മുടെ സക്സസ്ഫുള്ളാണ്. എനിക്ക് ഈ വീക്കിൽ കമ്മിങ് മന്ത്സിൽ നമ്മൾ പ്രാക്ടിക്കലാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ ചാക്കോച്ചിന് പെട്ടെന്ന് വയ്യാണ്ടായി. നേരൊക്കെ കൊണ്ടുപോയി ഓക്സിജൻ വെച്ച് നെബിലൈസൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ അറിയാമായിരുന്നു അത്, കാരണം അവർ സിമെൻറ്റിൽ 3 പേര് കുത്തി പറയായിരുന്നു. അപ്പോൾ നമ്മൾ വരുമെന്ന് ഓൾറെഡി മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ അതൊക്കെ ചെയ്ത് വന്ന് ഞാൻ വിചാരിച്ചു അഡ്മിഷനാക്കിയാൽ ഇന്നത്തെ ട്രിപ്പ് ഫുൾ കുളമാവും, നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റു. ഞാൻ വിചാരിച്ചു ദൈവമേ പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് നെഗറ്റിവിറ്റി ആണല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ, ആർക്കും ബുദ്ധിമുട്ടില്ലാത്തത് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതാണ്. എനിക്ക് ഓരോരോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിലാണ് ഒരുപാട് ഒരു സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും ഒക്കെ. എന്താ പറയുക, കുറേ പേര് ചോദിക്കേണ്ടി പോണില്ലേ പോൾ. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് കേട്ടോ. എന്തടിവേ പോവാത്തതൊക്കെ. എങ്ങനെയൊക്കെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ 23rd 24th ഡോൺ ചേട്ടൻ വരും. നമുക്ക് ഇനി അങ്ങോട്ട് ഭയങ്കര ബിസി ഷെഡ്യൂളിലുള്ള ദിവസങ്ങളാണ് കേട്ടോ. കല്യാണം, മനസ്സമ്മതം, ഡാഡിയുടെ ബർത്ത്ഡേ, അങ്ങനെ പിന്നെ ജനുവരിയിലും അടുത്തടുത്ത ഡേയ്സിൽ മനസ്സമ്മതമൊക്കെ ഉണ്ട് കേട്ടോ. തോമ അത്രയ്ക്കും ഡീപ് സ്ലീപ്പാണ്. തോമന് ഒരിക്കലും ട്രെയിനിൽ ഇത്ര ഡീസൻ്റ് ഞാൻ പ്രതീക്ഷയില്ല. കാരണം കയറി, അതായത് അതിൽ 2 ടയർ ഒരു കോച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗുരുദേവയിൽ. കയറി അപ്പോൾ എനിക്ക് സ്ലീപ്പറിൽ അതായത് ബെഡിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഫോൺ കൊടുത്തു, അവിടെ ഇരുന്നു. പിന്നെ ആളില്ല. അവിടെ ഞാൻ AC ഹാളിൽ ഇരുന്നപ്പോൾ ചിപ്സ് കായ വറുത്തത് കണ്ടായിരുന്നു. അത് ഒരെണ്ണം വാങ്ങിച്ചു തരുമോ എന്നോട് ചോദിച്ചു. ശരി
വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് തോമു ഈ അവിടെ തൊട്ട് ഇവിടെ വരെ വന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ആദ്യം അവരോട് പറഞ്ഞു ട്രെയിനിൽ പല സാധനങ്ങൾ വരും, മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. മിണ്ടിയില്ല. ചിപ്സും ഒരു കുപ്പി വെള്ളം കുടിച്ച് അവിടെ ഇരുന്ന് കോട്ടയം വരെ. അത് കഴിഞ്ഞ് കോട്ടയത്ത് ഇറങ്ങാൻ ആൾക്ക് താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു ട്രെയിൻ. അവിടെ നിന്ന് എനിക്കത് തൃശ്ശൂർ വരെ വരാനായിരുന്നു അതിന് മടിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വേഗം ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ അമ്മയച്ഛന് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വന്നോളാം, എന്തായാലും ഓട്ടോ പിടിച്ച് വരണം, അതും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്തു കേട്ടോ ട്രെയിനിൽ. അവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ബാഗ് പുറത്ത് വെച്ച് തരാൻ. സംഭവം ഞങ്ങൾക്ക് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് തോമൂരെ ഇറക്കി താഴെ വെച്ച് ബാഗൊക്കെ എനിക്ക് ഇറക്കി താഴെ വെച്ച് തന്നു. ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ്. ഈവൻ ഞാൻ പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അമ്മയും കുഞ്ഞുമായിട്ടൊക്കെ വരുമ്പോൾ ലഗേജായിട്ട് നമ്മൾ ഒബ്വിയസ്ലി അവർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ചെയ്തത് എനിക്ക് തിരിച്ച് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു കുട്ടി സന്തോഷം. അങ്ങനെ അവിടുന്ന് ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്നു. ഇടയ്ക്കൊന്ന് ഇറങ്ങി അമ്മയോട് ഓൾറെഡി ലാക്ടേജിന് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഡയപ്പർ ചാക്കോച്ചുള്ള ഡയപ്പർ ഓൺലൈൻ വഴി, അതായത് ആമസോൺ വഴി വരുത്തിക്കാതെ പറഞ്ഞെങ്കിലും അത് നാളെ കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ എനിക്കത് പ്രാക്ടിക്കലാവില്ല. അപ്പോൾ ഞാൻ വരുന്ന വഴി നമ്മുടെ വെൽഫാസ്റ്റിൻ്റെ തൊട്ട് മുമ്പ് സെൻട്രൽ ബസാറുണ്ട്. അവിടെ കയറിയപ്പോഴും തോമു വരെ ഞെട്ടിച്ചു കേട്ടോ. അവിടെ ചെന്ന വഴിക്ക് എന്നോട് പറഞ്ഞു എനിക്ക് യോഗട്ട് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ യോഗട്ടല്ലേ, ചിലവില്ലാത്ത അല്ലെങ്കിൽ അത്ര ഹൈ കോസ്റ്റ് ആയിട്ടോ അതുപോലുള്ള സാധനമല്ല, ഹെൽത്തിനും നല്ലതാണ്. അങ്ങനെ അതൊരെണ്ണം എടുത്ത് ചാക്കോച്ചുള്ള ഡയപ്പറും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അച്ഛനും അമ്മയും വഴിയിൽ ഞങ്ങളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ വന്നു. ചാക്കോച്ചനാണ് ഫുള്ളി എക്സൈറ്റഡ് കേട്ടോ. ഓടി നടന്ന് അച്ഛനോട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എന്താ പറയുക ഓടി ഇപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞ് ഉറക്കി തരാം. കാരണം അവർ ഈ പറഞ്ഞ പോലെ ബോഡിക്ക് വർക്ക് കൂടുതലനുസരിച്ച് അവർ ബുദ്ധിമുട്ട് ആയി തുടങ്ങിയത് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ എന്നെ കൊണ്ട് കിടത്തി. തോമു ശരിക്കും ഉറങ്ങിയതായിരുന്നു. അപ്പം വീഡിയോ കോൾ ചെയ്തു. ഞാൻ പറഞ്ഞു ഡോൺചാട്ടനോട് ഉറങ്ങുക. ഡോൺചാട്ടനെ കണ്ടതും തോമുവിൻ്റെ മനസ്സ് പൊട്ടിപ്പോയി. ഞാനിങ്ങനെ മൂക്ക് വെക്കുന്നതാണ് തീർച്ചയായിട്ടും തോന്നാം, പക്ഷെ നല്ല മൂക്കടപ്പായി. അപ്പോൾ ഡോൺചാട്ടനെ കണ്ടതും തോമു ഭയങ്കര സാഡായി, ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എനിക്ക് തൃശ്ശൂർക്ക് പോകണം, എനിക്ക് അപ്പയുടെ അടുത്ത് പോകണം, എനിക്ക് അപ്പേനെ കാണണം, അല്ല അപ്പയോട് ഇപ്പോൾ വരാൻ പറ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സങ്കടമായി. ഞാനും കരഞ്ഞു എന്നുള്ളതാണ് സത്യം. കാരണം ആദ്യം നോക്കി സൈഡിൽ കൂടെ, അതായത് ഉറക്കത്തിൽ കേട്ടപ്പോൾ ഇതൊന്ന് ചിരിച്ചു. പിന്നെ ചാക്കോച്ചൻ വർത്താനം കേട്ടപ്പോൾ ഓടി വന്നു. പിന്നെ സ്ക്രീനിലാണുമ്പോൾ തോമു ഇതൊക്കെ നമ്മൾ വിങ്ങിപ്പൊട്ടാന്ന് പറഞ്ഞില്ല, ആരത് ലാസ്റ്റ് കരഞ്ഞുമാണ്. അതെനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ പറഞ്ഞോട് നാളെ ലുലു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോട്ടയത്ത് സ്വന്തമായിട്ട് ലുലു വന്ന സ്ഥിതിക്ക് ലുലുവിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് പേരിൽ കിടന്ന് ഉറങ്ങുകയാണ്. കുറച്ച് മുമ്പ് കരഞ്ഞുകൊണ്ടിരിക്കുക, അതായത് ഉറക്കത്തിൽ അപ്പ ഞാനിരുന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകണം എപ്പോഴാളെ കൊണ്ടാന്നുള്ളത്. എനിക്കറിയില്ല ആൾക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളത്. എനിക്ക് മുഖത്ത് എന്നെ ട്രെൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ തോന്നുക. നമുക്ക് ശരിക്കും കുറേ നാൾ ത്രെഡ് ചെയ്യാതിരുന്നാൽ ആരാണ്ട് വന്ന് ഇവിടെ അത് ഇങ്ങനെ പിടിച്ചിരിക്കണ പോലെ തോന്നും. ഞാൻ ശരിക്കും അവിടെ വെഡിങ്ങിൻ്റെ സമയത്ത് ഓഗസ്റ്റിലെങ്ങാണ്ട് ത്രെഡ് ചെയ്തതാണ്. ബ്ലീച്ച് ചെയ്യോ ക്ലീനപ്പ് ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ട് മുടിയോ അറ്റ വെട്ടി അല്ലെ തന്നെ ഇനി വാല് പോലെ ഇരിക്കുകയാണ്. നല്ല ദോശയും ചമ്മന്തിയും സാമ്പാറും കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ ടൊമാറ്റോ റൈസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ഏതായാലും ഞങ്ങൾ ലുലുവിൽ പോവാണല്ലോ എന്ന്, സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നും. ഏതെങ്കിലും ഒരു മൂവിക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുള്ളത്. വെള്ളം ഇങ്ങനെ തുടുതാന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടവലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഇനി നാളെ നമ്മുടെ കോട്ടയത്തെ വിശേഷങ്ങളാണ്. ഇനി ക്രിസ്മസ് വരെ കോട്ടയത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.